സോ നെക്സ്റ്റ് ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുളോംസ് ലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ പറഞ്ഞിരുന്നു ചാർജസിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറഞ്ഞു. അതിനു മുന്നുള്ള ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞത് ചാർജസ് തമ്മിൽ അട്രാക്ഷനും റിപ്പൽഷനും ഉണ്ടാവും എന്ന് പറഞ്ഞു. മീൻസ് സെയിം ചാർജസ് തമ്മിൽ റിപ്പൽഷൻ ഉണ്ടാവുന്നു, അപ്പോസിറ്റ് ആയിട്ടുള്ള ചാർജസ് തമ്മിൽ അട്രാക്ഷൻ ഉണ്ടാവുന്നു. മീൻസ് റിപ്പൽ ചെയ്യുക, അട്രാക്ട് ചെയ്യുക എന്നൊക്കെ നമ്മൾ ഫിസിക്കലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അവർ തമ്മിൽ ഒരു ഫോഴ്സ് ഉണ്ടാകുന്നു. ഓക്കെ, പിന്നെ അട്രാക്ഷൻ നടക്കുക അല്ലെങ്കിൽ റിപ്പൽഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഫോഴ്സ് എന്ന് പറയുന്നൊരു മീഡിയം ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ഫോഴ്സ് ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ ഈ ചാർജുകൾ തമ്മിൽ ഇങ്ങനെ ഒരു അട്രാക്റ്റീവ് ഫോഴ്സോ അല്ലെങ്കിൽ റിപ്പൽസീവ് ഫോഴ്സോ ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് നമ്മുടെ കുളോംബ്, നമ്മുടെ ചാർജിന്റെ യൂണിറ്റ് കുളോംബ് അല്ലായിരുന്നു. അപ്പൊ ആ കുളോംബ് എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ പേരാണ്. അപ്പൊ കുളോംബ് കണ്ടുപിടിച്ച ലോ ആണത്. അപ്പൊ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കുളോംസ് ലോ. സോ കുളോംസ് ലോ ഡിസ്കസിങ് അബൌട്ട് ദ അട്രാക്റ്റീവ് ആൻഡ് ദ റിപ്പൽസീവ് ഫോഴ്സസ് ഓഫ് ദ ചാർജസ്. അട്രാക്റ്റീവ് ചാർജ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനെയും റിപ്പൽസീവ് ഫോഴ്സിനെയും കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ലോ ആണ് കുളോംസ് ലോ. അപ്പോൾ കുളോംസ് ലോ ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ കുളോംസ് ലോയിൽ സപ്പോസ് ഏതെങ്കിലും രണ്ട് ചാർജസ്, സോ Q1 ദെൻ Q2 എന്ന് പറയുന്ന രണ്ട് ചാർജുകൾ. ഓക്കെ, ഈ രണ്ട് ചാർജുകളും വേണമെങ്കിൽ പോസിറ്റീവ് ചാർജ് ആവാം. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അവിടെ നമ്മൾ റിപ്പൽഷൻ ആവും. രണ്ട് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അതാണെങ്കിലും റിപ്പൽഷൻ ആവും. ചിലപ്പോൾ ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അട്രാക്ഷൻ, അങ്ങനെ ഏത് ഫോഴ്സും ആയിക്കോട്ടെ, എന്തായാലും ഒരു ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ ആ ഫോഴ്സ് എത്രയാണ് എന്ന് പറയുന്ന ലോയാണ് കുളോംസ് ലോ. സപ്പോസ് രണ്ട് ചാർജസ് Q1 Q2, ഈ രണ്ട് ചാർജുകൾ തമ്മിൽ R എന്ന് പറയുന്ന ഒരു സെപ്പറേഷനിൽ നമ്മൾ വെച്ചിരിക്കുന്നു. ഈ Q1 Q2 എന്ന് പറയുന്ന ചാർജുകൾ തമ്മിൽ R എന്ന് പറയുന്ന സെപ്പറേഷനിൽ നമ്മൾ വെച്ചിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇവർ തമ്മിൽ അട്രാക്റ്റീവ് അല്ലെങ്കിൽ റിപ്പൽസീവ് ഫോഴ്സ് ഉണ്ടാവും. കുളോംസ് ലോ പറയുന്ന ഇത്രയേ ഉള്ളൂ, ദിസ് അട്രാക്റ്റീവ് ഓർ റിപ്പൽസീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദീസ് ടു ചാർജസ്, ദാറ്റ് ഈസ് between these two Q1 and Q2 separated by a distance R, is directly proportional to the product of the magnitude of the charges. ഈ രണ്ട് ചാർജുകളുടെ പ്രോഡക്റ്റുകളുടെ അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡുകളുടെ പ്രോഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഈ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടുന്തോറും അത് തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടും. Then this is inversely proportional to the square of the distance between the charges. Okay, this is inversely, ഈ രണ്ട് ചാർജുകൾ, this is inversely proportional to the square of the distance between these two charges. ഇതാണ് കുളോംസ് ലോ. ഇങ്ങനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണെങ്കിൽ അത് നമ്മളൊരു ലോ വെച്ചാൽ റെപ്രസെന്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് നോൺ ആസ് ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് പറയും. ഇൻവേഴ്സ് സ്ക്വയർ ലോ. സോ ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒബേ ചെയ്യുന്ന ഒരു ലോ ആണ് കുളോംസ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, അത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇങ്ങനെ ഏതെങ്കിലും ഒരെണ്ണത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണെങ്കിൽ സാധാരണ നമ്മൾ അതിനെ ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് റെപ്രസെന്റ് ചെയ്യാണ്. സോ കുളോംസ് ലോ ഈസ് directly proportional, the attractive or repulsive force is directly proportional to the product of the magnitude of the charges and inversely proportional to the square of the distance between the charges. ഇതാണ് കുളോംസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ കുളോംസ് ലോ ഒരു ഡെഫിനിഷൻ നമുക്കൊന്നുകൂടെ പറയാം. The attractive or repulsive force between the two charges is directly proportional to the product of the magnitude of the charges and inversely proportional to the square of the distance between the charges. So നമുക്ക് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഇങ്ങനെ എഴുതാം. സോ എഫ് പ്രൊപ്പോർഷണൽ ടു Q1 Q2 ഡിവൈഡഡ് ബൈ R സ്ക്വയർ എന്ന് എഴുതാം. സാധാരണ ഇതിൽ നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി സിമ്പിൾ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോൺസ്റ്റന്റ് കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യാറുണ്ട്. സോ ദാറ്റ് ഈസ് എഫ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് K into Q1 Q2 divided by R square. So this is the force. And ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ കോൺസ്റ്റന്റിനെ കുറിച്ചാണ്. സാധാരണ രീതിയിൽ നമ്മൾ ഈ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വാല്യൂ നമ്മൾ അങ്ങ് പറയാറുണ്ട്. പക്ഷേ ഇവിടെ ഈ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് എ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എ ഗ്രൂപ്പ് ഓഫ് ക്വാണ്ടിറ്റീസ്. ഒരു ഗ്രൂപ്പ് ഓഫ് ക്വാണ്ടിറ്റീസിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഈ K എന്ന് പറയുന്ന കോൺസ്റ്റന്റ്. ദാറ്റ് മീൻസ് ഈ K എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു, ശ്രദ്ധിക്കുക, ദാറ്റ് ഈസ് വിൽ ബി ഈക്വൽ ടു 1/4π. ഇതുവരെ നമ്മൾ കേട്ടിട്ടുള്ള ക്വാണ്ടിറ്റീസ് ആണ്. ഇനി നമ്മൾ പുതുതായിട്ടൊരു ക്വാണ്ടിറ്റി നമ്മൾ പഠിക്കുകയാണ്. ദിസ് ഇസ് കോൾഡ് എപ്സിലോൺ. എപ്സിലോൺ എഴുതിയിട്ട് ശ്രദ്ധിക്കുക, എപ്സിലോൺ. അതിനകത്തായിട്ട് നമ്മളൊരു 0 കൂടി ഇട്ട് കൊടുക്കും. സോ ഇതിനെ വായിക്കുന്നത് എപ്സിലോൺ 0 എന്നാണ്. എപ്സിലോൺ 0 എന്നാണ് ഇതിനെ വായിക്കുന്നത്. എപ്സിലോൺ 0 ഇതിനെ വായിക്കുന്നത് എപ്സിലോൺ 0 എന്നാണ്. ഈ എപ്സിലോൺ 0 എന്ന് പറയുന്ന അല്ലെങ്കിൽ എപ്സിലോൺ എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ ഏത് മീഡിയമാണോ എടുക്കുന്നത് ആ മീഡിയത്തിന്റെ, ഇപ്പൊ നമ്മളിപ്പോ സപ്പോസ് ഈ Q1 Q2 എന്ന് പറയുന്ന ഈ രണ്ട് ചാർജ് എടുത്ത് പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു ഫ്രീ സ്പേസ് ആണെന്ന് വിചാരിക്കാം.
ഓക്കെ, ഒരു ഫ്രീ സ്പേസിലാണ് എടുത്ത് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ ഈ എപ്സിലോൺ സീറോ എന്ന് പറയുന്നത് ആ മീഡിയം അല്ലെങ്കിൽ ഫ്രീ സ്പേസ് എന്ന് പറയുന്ന ആ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റിയാണ്. ഓക്കെ, പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മളെ എല്ലാ മീഡിയത്തിലൂടെയും ഫോഴ്സിന് അല്ലെങ്കിൽ ഏത് പ്രോപ്പർട്ടിക്കാണെങ്കിലും ആക്ട് ചെയ്യാൻ ഒരേ റേറ്റിൽ കഴിയണമെന്നില്ല. ഇപ്പം നമുക്ക് എയറിലൂടെ ട്രാവൽ ചെയ്യുന്ന അതേ സ്പീഡിൽ നമുക്ക് വാട്ടറിലൂടെ മൂവ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഓരോ മീഡിയത്തിലും ഫോഴ്സ് ചാർജുകൾ എടുത്തു വെച്ചിരുന്നാൽ ആ ചാർജുകൾ തമ്മിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് വേറെ വേറെ റേറ്റിലായിരിക്കും. അപ്പോൾ ഒരു മീഡിയത്തിൽ ഏത് റേറ്റിലാണ് ഇവർ തമ്മിലുള്ള ഫോഴ്സിനെ അത് അലോ ചെയ്യുന്നത്, പെർമിഷൻ കൊടുക്കുന്നത്, സോ ആ പ്രോപ്പർട്ടിയാണ് എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നു. സോ നമ്മളിവിടെ വച്ചിരിക്കുന്ന ഫ്രീ സ്പേസിലായതുകൊണ്ട് ദിസ് ഈസ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. എപ്സിലോൺ സീറോ എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇവനൊരു വാല്യൂ ഉണ്ട്, ഈ എപ്സിലോൺ സീറോയ്ക്ക് വാല്യൂ ഉണ്ട്. എപ്സിലോൺ സീറോ ഈസ് ഓൾവേസ് ഈക്വൽ ടു 8.85 into 10 raised to minus 12 ആയിരിക്കും അതിന്റെ വാല്യൂ. അപ്പൊ ഇത് ബൈ ഹേർട്ട് ചെയ്യണം. 8.85 into 10 raised to minus 12 ആണ്. 8.85 into 10 raised to minus 12 ആണ് എപ്സിലോൺ സീറോയുടെ വാല്യൂ. അത് തീർച്ചയായിട്ടും ബൈ ഹേർട്ട് ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ഈ കെക്ക് അതിന്റെ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 4 into 5ക്ക് പകരം നമ്മൾ 3.14 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എപ്സിലോൺ സീറോയ്ക്ക് പകരം 8.85 into 10 raised to minus 12 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് കെയുടെ വാല്യൂ 9 into 10 raised to 9 ആയിരിക്കും കിട്ടുന്നത്. ഈ വാല്യൂ ബൈ ഹേർട്ട് ചെയ്യണം. എപ്സിലോൺ സീറോയുടെ മാത്രം വാല്യൂ 8.85 into 10 raised to minus 12. 1/4 pi എപ്സിലോൺ സീറോയുടെ മൊത്തം വാല്യൂ 9 into 10 raised to 9. 9 into 10 raised to 9 ആണ്. സോ നമുക്ക് രണ്ട് ചാർജ് തമ്മിലുള്ള ഫോഴ്സ് F is equal to ഈ കോൺസ്റ്റന്റിന്റെ മൊത്തം വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ദാറ്റ് ഈസ് F is equal to 1/4 pi എപ്സിലോൺ സീറോ Q1 Q2 by R square. അപ്പോൾ രണ്ട് ചാർജുകൾ തമ്മിൽ ആക്ട് ചെയ്യുന്ന അട്രാക്റ്റീവ് അല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സിന്റെ ഇക്വേഷൻ F is equal to 1/4 pi epsilon 0 Q1 Q2 divided by R square. Or that is F is equal to 1/4 pi epsilon 0 മൊത്തം വാല്യൂ ആണ് 9 into 10 raised to 9. ഇതിനകത്ത് ഇത് നമുക്ക് എല്ലാത്തിനും കൊടുക്കാം. That is Q1 Q2 divided by R square. So F is equal to 1/4 pi epsilon 0 Q1 Q2 by R square അല്ലെങ്കിൽ 9 into 10 raised to 9 into Q1 Q2 by R square. So this is called Coulomb's law. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് Coulomb's law. So രണ്ട് ചാർജുകൾ തമ്മിൽ attractive or repulsive force is directly proportional to the product of the magnitude of the charges and inversely proportional to the square of the distance between the charges. So proportionality sign മാറ്റാൻ വേണ്ടി നമ്മൾ constant multiply ചെയ്യുന്നു. That constant is a combination of two or more quantities. That is 1/4 pi epsilon 0 and a constant. So that is F is equal to 1/4 pi epsilon 0 Q1 Q2 by R square. Where epsilon 0 is a constant. അതിനെ എപ്സിലോൺ സീറോ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് റെപ്രസെന്റ് ചെയ്യുന്നത് ആ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി ആണ്. ഇപ്പോൾ ഫ്രീ സ്പേസ് ആണ് മീഡിയം. സോ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് അതിന്റെ വാല്യൂ 8.85 into 10 raised to minus 12 ആണ്. സോ നമുക്ക് അതിന്റെ അട്രാക്റ്റീവ് ഫോഴ്സിന് നമുക്ക് എങ്ങനെ എഴുതാം? F is equal to 9 into 10 raised to 9. That is 1/4 pi epsilon 0 മൊത്തം വാല്യൂ 9 into 10 raised to 9 ആണ്. എപ്സിലോൺ സീറോയുടെ മാത്രം വാല്യൂ 8.85 into 10 raised to minus 12 ആണ്. സോ അട്രാക്റ്റീവ് ഫോഴ്സ് is 9 into 10 raised to 9 into Q1 Q2 divided by R square. ഓക്കെ, അത്രയാണ് അതിനകത്ത് നമുക്ക് കുളോംസ് ലോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. കുളോംസ് ലോ നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ കുളോംസ് ലോയിൽ നമ്മൾ രണ്ട് ചാർജുകൾ തമ്മിലുള്ള അട്രാക്റ്റീവ് അല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഇക്വേഷൻ 1/4 pi epsilon 0 Q1 Q2 by R square. ഇനി ഈ ഫോഴ്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ ഡയറക്ഷൻ കൂടെ മെൻഷൻ ചെയ്യണം. ദാറ്റ് മീൻസ് അതിന്റെ വെക്റ്റർ ഫോം കൂടെ പഠിക്കണം. നമ്മൾ വെക്റ്റർ ഫോം കൂടെ പഠിക്കാൻ മീൻസ് അതിന്റെ ഡയറക്ഷൻ കൂടെ കൊടുത്ത് പഠിക്കാം. സപ്പോസ് ഇപ്പോൾ നമ്മൾ Q1 Q2 ഇപ്പോൾ Q1 Q2 എന്ന് പറയുന്നത് Q1 and Q2 പോസിറ്റീവ് ചാർജ് എന്ന് വിളിക്കാം. ഓക്കെ, ആർ പോസിറ്റീവ് ചാർജസ്. രണ്ടുപേരും പോസിറ്റീവ് ചാർജസ് ആണെന്ന് വിചാരിക്കും. രണ്ടുപേരും പോസിറ്റീവ് ചാർജസ് ആണെങ്കിൽ സപ്പോസ് Q1 ഇവിടെ വെച്ചിരിക്കുന്നു, നമ്മൾ Q2 നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഇവർ തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് Q1 Q2 തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് 6 ആണ്. Q1 Q2 തമ്മിലുള്ള സെപ്പറേഷൻ 6 ആണ്. ഓക്കെ, ദെൻ ഇനി ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഈ Q1 Q2 രണ്ട് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ Q2 Q1 ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും. അതുപോലെ തിരിച്ച് Q1 Q2 രണ്ട് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് റിപ്പൽ ചെയ്യും. അപ്പൊ അതുപോലെ Q1 Q2 അങ്ങോട്ടൊരു തള്ളുതള്ളും. അപ്പൊ ഇവിടെ റിപ്പൽഷൻ ഉണ്ടാവും. സോ Q2
Q1 ഇങ്ങോട്ടൊരു ഫോഴ്സ് കൊടുക്കുന്നു, Q1 Q2 അങ്ങോട്ടൊരു ഫോഴ്സ് കൊടുക്കും. ദാറ്റ് ഈസ് ഇതാണ് ഫോഴ്സ്. ദിസ് ഈസ് എ ഫോഴ്സ് ആക്ടിങ് ഓൺ എവിടാ? Q1 ആക്ട് ചെയ്യുന്നത്. സോ ഒന്നാമത്തെ ചാർജിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ആര് കാരണം? രണ്ടാമത്തെ ചാർജ് കാരണം. സോ ദിസ് ഈസ് എ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ഫസ്റ്റ് ചാർജ് ബൈ ദ സെക്കൻഡ് ചാർജ്. ഓക്കെ, അതുപോലെ Q1 ആരെ തള്ളും? Q2 തള്ളും, ദാ ഇങ്ങോട്ട് തള്ളുന്നു. സോ ദിസ് ഈസ് എ ഫോഴ്സ് ആക്ടിങ് ഓൺ ഏത് ചാർജിലാ ഫോഴ്സ് ഉണ്ടാവുന്നേ? രണ്ടാമത്തെ ചാർജിൽ. ആരാ ഫോഴ്സ് കൊടുക്കുന്നേ? ഒന്നാമത്തെ ചാർജ്. സോ ദിസ് ഇസ് F21. സോ ദിസ് ഇസ് F12 ആൻഡ് ദിസ് ഇസ് F21. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യും. തീർച്ചയായിട്ടും അവിടെ റിപ്പൽഷൻ നടക്കുന്നു. സോ ഏതിലാണോ ചാർജ് ഉണ്ടാകുന്നത്, ചാർജ് ആക്ട് ചെയ്യുന്നത്, അതാണ് ആദ്യം മെൻഷൻ ചെയ്യേണ്ടത്. ആരാണോ ആ ചാർജ് ഏതിലാണോ ഫോഴ്സ് ഉണ്ടാകുന്നത് അത് ആദ്യം മെൻഷൻ ചെയ്യാം. ആരാണോ ആ ഫോഴ്സ് കൊടുക്കുന്നത് അത് രണ്ടാമത് മെൻഷൻ ചെയ്യാം. സോ ദിസ് F12 ആൻഡ് ഇവിടെയാണെങ്കിലോ രണ്ടാമത്തേലാണ് ഫോഴ്സ് ഉണ്ടാകുന്നത്. ആരാ കൊടുക്കുന്നത്? ആദ്യത്തെ ആളാണ്. സോ ദിസ് ഇസ് F21. ഓക്കെ, ഇനി ഞാൻ അതിനൊരു ഡയറക്ഷൻ കൂടി സപ്ലൈ ആണ്. സപ്പോസ് ഇപ്പൊ 1 നിന്ന് 2 ഡിസ്റ്റൻസ്, 1 നിന്ന് 2 ഡിസ്റ്റൻസ് അതാണ് R12 എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. തിരിച്ച് 2 നിന്ന് 1 ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഡയറക്ഷൻ അതാണ് R21. അതായത് 2 നിന്ന് 1 ആ ഡയറക്ഷൻ R21 എന്ന് നമ്മൾ മെൻഷൻ ചെയ്യുന്നു. 1 നിന്ന് 2 ഡയറക്ഷൻ R12 എന്ന് നമ്മൾ മെഷർ ചെയ്യുന്നു. സോ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് തരത്തിലുള്ള ഫോഴ്സ് ഉണ്ട്. സോ ആദ്യത്തത് ഫോഴ്സ് ആക്ടിങ് ഓൺ Q1 ബൈ Q2. Q2 കൊടുക്കുന്ന ഫോഴ്സ്, Q1 Q2 കൊടുക്കുന്ന ഒന്നാമത്തെ ചാർജിൽ രണ്ടാമത്, ദാറ്റ് ഈസ് F12 ഡയറക്ഷൻ കൊടുക്കണം. സോ വെക്ടർ ഫോമിലാണ് നമ്മൾ എഴുതേണ്ടത്. ഏത് രണ്ട് ചാർജുകൾ തമ്മിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഇക്വേഷൻ 1/4πε0 Q1 Q2 by R². ഇനിയാണ് നമ്മൾ ഡയറക്ഷൻ കൊടുക്കേണ്ടത്. മാഗ്നിറ്റ്യൂഡ് നമ്മൾ എഴുതി കഴിഞ്ഞു, ഇനി നമ്മൾ ഡയറക്ഷൻ കൊടുക്കണം. ആ ഫോഴ്സ് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? F12 എന്ന് പറയുന്ന ഫോഴ്സ് ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്. ആ അങ്ങോട്ടെന്ന് പറയുന്ന ആ ഡയറക്ഷൻ സൂചിപ്പിക്കുന്നത് R21 എന്ന് പറയുന്ന വെക്ടറാണ്. പക്ഷേ ഈ വെക്ടറിനെ അതുപോലെ നമ്മൾ എടുത്ത് അങ്ങോട്ട് എഴുതിയാൽ അതിന്റെ വിലയിൽ മാഗ്നിറ്റ്യൂഡിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നമുക്ക് ഈ വെക്ടർ ഉപയോഗിക്കുകയും വേണം, അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാറുകയും ചെയ്യരുത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്. R21 ആണല്ലോ അതിന്റെ ഡയറക്ഷൻ, അതിന്റെ മണ്ടയിൽ വെക്ടർ നൊട്ടേഷൻ കൊടുക്കാതെ യൂണിറ്റ് വെക്ടർ നൊട്ടേഷൻ കൊടുക്കുന്നു. സോ R21 ക്യാപ്പ് യൂണിറ്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് 1 അല്ലേ? അപ്പോൾ 1 കൊണ്ട് ഇവിടെ മൾട്ടിപ്പിൾ ചെയ്താൽ ഇതിന്റെ വാല്യൂവിലൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ലല്ലോ. സോ R21 ക്യാപ്പ്. അപ്പൊ ഡയറക്ഷനുമായി എലോങ് R21 എന്ന് പറയുന്ന ഡയറക്ഷനിലാണ് ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ അടുത്തത് ഫോഴ്സ് ആക്ടിങ് ഓൺ Q2 by Q1. ഈ ഫോഴ്സ് ആക്ടിങ് ഓൺ Q2 by Q1 ആരാ ഫോഴ്സ് കൊടുക്കുന്നത്? That force is F21. So that will be magnitude വ്യത്യാസമൊന്നുമില്ല, ഒരേ ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. 1/4πε0 Q1 Q2 by R². ഡയറക്ഷൻ മാത്രമേ മാറുന്നുള്ളൂ. സോ ആ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ R12ന്റെ ഡയറക്ഷൻ ആണ്. സോ R12 നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റില്ല, പകരം അതിന് ക്യാപിറ്റൽ കൊടുക്കുന്നു. സോ R12 ക്യാപ്. സോ ദിസ് ഈസ് എ വെക്ടർ ഫോം ഓഫ് കുളോംസ് ലോ. ഇതാണ് കുളോംസ് ലോയുടെ വെക്ടർ ഫോം. അപ്പോൾ രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ്, ഒന്നാമത്തെ ഫോഴ്സ് രണ്ടാമത്തേൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും രണ്ടാമത്തെ ചാർജ് ഒന്നാമത്തേൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും സെയിം ആണ്. രണ്ടും ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആണ്, പക്ഷെ രണ്ടും രണ്ട് ഡയറക്ഷൻ ആണ്. അപ്പൊ രണ്ടും രണ്ട് ഡയറക്ഷൻ ആയതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ അതിനെ റിപ്പൽ ചെയ്യുന്നു. ഇവരെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ റിപ്പൽ ചെയ്യുന്നു. ദാറ്റ് മീൻസ് F12 എന്ന് പറയുന്ന ഫോഴ്സും F21 എന്ന് പറയുന്ന ഫോഴ്സിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷെ ഒരെണ്ണം അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ദിസ് വിൽ ബി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. അത് രണ്ടും ഈക്വലും ഓപ്പോസിറ്റും ആയിരിക്കും. അപ്പൊ ഇതാണ് കുളോംസ് ലോ ഇൻ വെക്ടർ ഫോം. ഇതാണ് വെക്ടർ ഫോമിലുള്ള കുളോംസ് ലോ. സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി അതർവൈസ് നോൺ ആസ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. അപ്പൊ നമ്മൾ നേരത്തെ പെർമിറ്റിവിറ്റിയെ കുറിച്ച് പറഞ്ഞു. ഓരോ മീഡിയത്തിനും ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ആ ഒരു എബിലിറ്റി അല്ലെങ്കിൽ ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പെർമിറ്റിവിറ്റി. അപ്പോൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി, അപ്പൊ എല്ലാ മീഡിയത്തിനും ഇതുപോലെ പെർമിറ്റിവിറ്റി ഉണ്ട്. ഫ്രീ സ്പേസിന്റെ പെർമിറ്റിവിറ്റിയുടെ വാല്യൂ മാത്രമാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. ε0 ആയിരുന്നു ആ പെർമിറ്റിവിറ്റി. സോ ദാറ്റ് വാല്യൂ ഈസ് 8.85 × 10⁻12 ആയിരുന്നു അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. സോ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. സോ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓർ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാ മീഡിയത്തിനും ഇതുപോലെ പെർമിറ്റിവിറ്റി ഉണ്ട്. സോ ആ ഒരു മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി, സോ പെർമിറ്റിവിറ്റി ഓഫ് എ മീഡിയം, ഏതെങ്കിലും ഒരു മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി നമ്മൾ എടുക്കുന്നു. ആ പെർമിറ്റിവിറ്റിയെ ഫ്രീ സ്പേസിന്റെ പെർമിറ്റിവിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്
പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ദിസ് ഈസ് നോൺ ആസ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. സോ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഈസ് എ റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് എ മീഡിയം. ഇപ്പോൾ വാട്ടർ ആണെങ്കിൽ പെർമിറ്റിവിറ്റി ഓഫ് വാട്ടർ ഡിവൈഡ് ബൈ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അങ്ങനെ ഏത് വെച്ചാണെങ്കിലും നമുക്ക് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഉണ്ട്. സോ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഈസ് എ റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് എ പെർട്ടിക്കുലർ മീഡിയം ടു ദ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. സോ റിലേറ്റീവ് പെർമിറ്റിവിറ്റി നമുക്ക് എപ്സിലോൺ ആർ വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ഈ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയെ ഡിഫൈൻ ചെയ്യുന്ന മറ്റൊരു ടേം തന്നെയാണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. ഈ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റിനെ കുറിച്ച് നമുക്ക് ഇനി അടുത്ത ചാപ്റ്ററിൽ, ഇതിന് ശേഷം വരുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പൊ എന്തായാലും ഈ റിലേറ്റീവ് പെർമിറ്റിവിറ്റി തന്നെയാണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. രണ്ടും സെയിം ക്വാണ്ടിറ്റി തന്നെയാണ്. അതിനെ ഞാൻ കെ എന്ന് വിളിച്ചു. സോ ദാറ്റ് വിൽ ബി ദ പെർമിറ്റിവിറ്റി ഓഫ് എ മീഡിയം ബൈ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. സോ ദാറ്റ് ഈസ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് കെ എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ബൈ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആയിരിക്കും. സോ പെർമിറ്റിവിറ്റി ഓഫ് മീഡിയത്തെ നമുക്ക് വേണമെങ്കിൽ എപ്സിലോൺ 0 ഇൻറ്റു കെ എന്ന് റെപ്രസെന്റ് ചെയ്യാം. എപ്സിലോൺ എം ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഇൻറ്റു കെ ആയിരിക്കും. സോ ദിസ് ഇസ് കോൾഡ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്രീ സ്പേസിലാണെങ്കിൽ, ഇപ്പൊ രണ്ട് ചാർജുകൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഫ്രീ സ്പേസിലാണെങ്കിൽ, ഇൻ ഫ്രീ സ്പേസിലാണെങ്കിൽ അപ്പോൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ദാറ്റ് ഈസ് എഫ് ഇസ് ഈക്വൽ ടു 1/4 എപ്സിലോൺ 0 Q1 Q2 by R square ആയിരിക്കും. ഇത് നമ്മൾ നേരത്തെ പഠിച്ചു കൂളോംസ് ലോ. ഇനി ഒരു മീഡിയത്തിലാണെങ്കിലോ അവർ തമ്മിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇനി മീഡിയം അതിന് ഞാൻ എഫ് എം എന്ന് വിളിച്ചു. ദാറ്റ് വിൽ ബി 1/4 എപ്സിലോൺ എം. സോ ദാറ്റ് ഈസ് Q1 Q2 by R square. അവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഫ്രീ സ്പേസിന്റെ അല്ല, മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റിയാണ് കൊടുക്കേണ്ടത്. സോ 1/4 എപ്സിലോൺ എം Q1 Q2 by R square. സോ അതിനെന്ത് ചെയ്യാം, നമുക്ക് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഇതിന് ഞാൻ എപ്സിലോൺ, അപ്പൊ നമുക്ക് ഈ എപ്സിലോൺ എമ്മിന് പകരം ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എപ്സിലോൺ 0 ഇൻറ്റു കെ കൊടുക്കാം. സോ മീഡിയത്തിലുള്ള രണ്ട് ചാർജുകൾ തമ്മിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന് എപ്സിലോൺ എം മാറ്റിയിട്ട് നമ്മൾ എപ്സിലോൺ 0 ഇൻറ്റു കെ കൊടുക്കുന്നു. സോ ദാറ്റ് ഈസ് Q1 Q2 by R square എഴുതാം. സോ കെ എന്ന് പറയുന്ന ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റിന്റെ വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മീഡിയത്തിലുള്ള ഫോഴ്സ് വേണമെങ്കിലും കണ്ടുപിടിക്കാം. ഇപ്പോൾ 1/4 എപ്സിലോൺ 0യുടെ വാല്യൂ അറിയാലോ നമുക്ക്, 9 × 10⁹ ആണ്. അപ്പൊ കെയുടെ വാല്യൂ കൂടെ കിട്ടിയാൽ, സപ്പോസ് നമ്മളൊരു മീഡിയത്തിലാണ് എടുത്ത് വെക്കുന്നതെങ്കിൽ ആ കെയുടെ വാല്യൂടെ കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആ മീഡിയത്തിലുള്ള ചാർജുകൾ തമ്മിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ദിസ് കോൾഡ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ആൻഡ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. അപ്പോൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് എ മീഡിയം. ഒരു പെർട്ടിക്കുലർ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റിയെ ഫ്രീ സ്പേസിന്റെ പെർമിറ്റിവിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അപ്പോൾ മീഡിയം ബൈ ഫ്രീ സ്പേസ് ആണ്. സോ ദാറ്റ് ഈസ് മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റിയെ നമുക്ക് എപ്സിലോൺ 0 ഫ്രീ സ്പേസിന്റെ പെർമിറ്റിവിറ്റി ഇൻറ്റു കെ മീൻസ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് തരാം. അപ്പൊ മീഡിയത്തിലോട്ട് നമ്മൾ വാല്യൂ കൊടുക്കുമ്പോൾ അവിടെ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി കൊടുക്കുന്നു. അതിന് പകരം വേണമെങ്കിൽ നമുക്ക് ഫ്രീ സ്പേസിന്റെ പെർമിറ്റിവിറ്റി വെച്ചുകൊണ്ട് എപ്സിലോൺ 0 ഇൻറ്റു കെ. പക്ഷേ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് വാല്യൂ അറിഞ്ഞിരുന്നാൽ നമുക്ക് ആ മീഡിയത്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ ദിസ് ഇസ് കോൾഡ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ആൻഡ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. ഓക്കെ.